100 പേരുള്ള ഒരു സംഘടനയാണെങ്കിൽ സാധാരണയായി 100 പേർക്കും 100 സ്വഭാവമായിരിക്കും. ചിലർ സിംഹത്തിൻ്റെ സ്വഭാവമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് രാജാവ്, ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, മറ്റൊരാൾ പറയുന്നത് ശരിയില്ല. ചിലർ ജിറാഫിനെ പോലെയായിരിക്കും. എപ്പോഴും പറയും ഞാൻ ഉള്ള കാലത്ത് ഇങ്ങനെയായിരുന്നു, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു, പണ്ടത്തെ സംഘടന ഇങ്ങനെയായിരുന്നു. സംഘടനയിൽ മാത്രമല്ല, ഓഫീസിലുള്ള ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയായിരുന്നു, പണ്ടിങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ളതൊന്നും ശരിയല്ല. ശരിക്കും അവരുടെ സ്വഭാവം നമുക്കറിയണമെങ്കിൽ പണ്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മതി. അത്രയും ദയനീയമായിരിക്കുകയും ചെയ്യും. കഴുതകളുടെ സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റബോണായിരിക്കും. ഒരിക്കലും അവരെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും മാറാൻ കൂട്ടാക്കാത്ത, എന്താണോ ശീലിച്ചു പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് മെമ്പർമാർ എല്ലാ സംഘടനയിലും ഉണ്ടാവും. സ്റ്റബോണായിരിക്കുന്ന ആ കഴുതയുടെ സ്വഭാവമുള്ള ആളുകളുണ്ടാകും, മയിലിൻ്റെ സ്വഭാവമുള്ള ആളുകളുണ്ടാകും, നല്ല പീലിയോ